ഹലോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് വിറ്റമിൻ ഡി കുറഞ്ഞാലുള്ള ലക്ഷണങ്ങളെ കുറിച്ചാണ്. ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് വിറ്റമിൻ ഡി നിങ്ങൾ കുറവാണെങ്കിൽ എങ്ങനെ അത് പരിഹരിക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് വൺ നമ്മുടെ വൈറ്റമിൻ ഡി സപ്ലിമെന്റ് തന്നെയാണ്. അത് നമ്മുടെ ക്ലിനിക്കിലും അവൈലബിൾ ആണ്, പിന്നെ നിങ്ങളുടെ ലോക്കൽ മെഡിക്കൽ സ്റ്റോറിലും അവൈലബിൾ ആണ്. അതെങ്ങനെ കഴിക്കണം എന്നുള്ളത് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. രണ്ടാമത്തെ എഗ് ആണ്. എഗ്ഗിൽ ഇഷ്ടംപോലെ ന്യൂട്രിയൻ കണ്ടന്റ്സ് ഉണ്ട്, പിന്നെ വൈറ്റമിൻ ഡി റിച്ചും ആണ്. മൂന്നാമത്തത് ആൽമണ്ട് അഥവാ ബദാം. നാലാമത്തത് ഫോർട്ടിഫൈഡ് മിൽക്ക്. ഫോർട്ടിഫൈഡ് എന്ന് ഉദ്ദേശിക്കുന്നത് മിനറൽസും ന്യൂട്രിയൻസും കൂടുതലായിട്ട് അടങ്ങിയ മിൽക്ക്. അഞ്ചാമത്തത് ഫോർട്ടിഫൈഡ് യോഗർട്ട്. 6 മഷ്റൂം, 7 ചീസ്, 8 നമ്മുടെ ഫിഷ് ഓയിൽ അല്ലെങ്കിൽ ഒമേഗ 3 ഫാറ്റി ആസിഡ്. ഇതിനേക്കാളൊക്കെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ വെയിൽ കൊള്ളുക. രാവിലെയും വൈകുന്നേരമൊക്കെ ഉള്ള വെയിൽ കൊള്ളുക. ഉച്ചക്കുള്ള വെയിൽ കൊണ്ടാൽ നമ്മൾ വാടിപ്പോവും, അതല്ല. അപ്പോൾ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരമുള്ള വെയിലുകൾ മാക്സിമം കൊള്ളുക. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ വൈറ്റമിൻ ഡി സപ്ലിമെന്റ് കഴിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഒരു ഫാറ്റ് റിച്ച് ആയിട്ടുള്ള ഭക്ഷണത്തിന്റെ കൂടെ, അതായത് എഗ് പോലുള്ള ഭക്ഷണത്തിന്റെ കൂടെ കഴിക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ വൈറ്റമിൻ ഡിയുടെ അബ്സോർപ്ഷൻ നടക്കും. അപ്പോൾ ഉത്തമമായ സമയം ഒരു രാവിലെ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ലഞ്ചിന്റെ കൂടെ കഴിക്കുന്നതായിരിക്കും നല്ലത്. ബ്രേക്ക്ഫാസ്റ്റ് ഓർ ലഞ്ച്. ഞാൻ പോകുന്നു. ബൈ ബൈ.